ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വായന ഭാഗം ലേവ്യ പുസ്തകം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ലേവ്യ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം. നീ ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളിൽ ആരെങ്കിലും യഹോവയ്ക്ക് വഴിപാട് കഴിക്കുന്നു എങ്കിൽ കന്നുകാലികളോ ആടുകളോ ആയ മൃഗങ്ങളെ വഴിപാട് കഴിക്കണം. ഈജിപ്തിലെ അടിമത്തം കഴിഞ്ഞ് മടങ്ങി വരുന്ന ഇസ്രായേൽ ജനതയ്ക്കുള്ള ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളാണ് ലേവ്യ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ആരാധനയെ സംബന്ധിച്ചും യാഗങ്ങളെക്കുറിച്ചും എപ്രകാരം വിശുദ്ധ ജീവിതം നയിക്കാം എന്നുമൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ് ലേവ്യ പുസ്തകത്തിൽ കാണുന്നത്. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ ജനങ്ങളോടുള്ള നിർദ്ദേശങ്ങളും ഹോമയാഗത്തെക്കുറിച്ചും ഭോജനയാഗം, സമാധാനയാഗം ഇവയെക്കുറിച്ചുമെല്ലാം അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഇവയെല്ലാം ഇസ്രായേൽ ജനത ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു. ഇന്നത്തെ വായന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന വിവിധ യാഗങ്ങളെക്കുറിച്ച് നമുക്ക് അല്പമായി മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായിട്ട് അവിടെ പറയുന്നത് ഹോമയാഗത്തെക്കുറിച്ചാണ്. ദൈവത്തിന് പൂർണ്ണമായി അർപ്പിക്കുന്ന യാഗത്തിനാണ് ഹോമയാഗം എന്ന് പറയുന്നത്. ഹോമയാഗം മുഴുവനായി ദഹിപ്പിക്കപ്പെടുന്നു. ദഹനയാഗം എന്ന പേരിലും ഇത് വ്യക്തമാക്കാവുന്നതാണ്. കാളയോ ചെമ്മരിയാടോ കോലാട്ടുകൊറ്റനോ ആണ് ഹോമയാഗത്തിനുള്ള യാഗവസ്തുക്കൾ. ആദ്യകാലങ്ങളിൽ മനുഷ്യരെയും യാഗവസ്തുവായി ഉപയോഗിച്ചിരുന്നതായി നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതിന് ഉദാഹരണങ്ങളാണ് അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യഹോവയുടെ നിർദ്ദേശപ്രകാരം യാഗം കഴിക്കുവാനായിട്ട് തുടങ്ങുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇഫ്താഹ് തൻ്റെ മകളെ യാഗം കഴിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. വിവിധ ഉദ്ദേശങ്ങളായിരുന്നു ഹോമയാഗത്തിന് ഉണ്ടായിരുന്നത്. ആരാധകന്റെ ഭക്തി, സമർപ്പണം, സ്തോത്രം ഇവയുടെ ആദര സൂചകമായും ദൈവം ഇടപെട്ട് പ്രവർത്തിക്കുവാനായിട്ടും ഒക്കെയായിരുന്നു ദൈവത്തിന് ഹോമയാഗം കഴിച്ചിരുന്നത്. രണ്ടാമതായിട്ട് ഇവിടെ പറയപ്പെടുന്നത് ഭോജനയാഗത്തെക്കുറിച്ചാണ്. ധാന്യ അർപ്പണം എന്നതിനെയാണ് ഭോജനയാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൈന്ദവ മതത്തിലെ നൈവേദ്യം ഇതിനു സമമായി കരുതപ്പെടുന്നു. ഇതിലൂടെ ദൈവത്തിന് മാംസവും ധാന്യവും വീഞ്ഞും ചേർന്ന ഒരു സമ്പൂർണ്ണ ആഹാരം നൽകി വരുന്നു. ഇവയിൽ ഒരംശം ദഹിപ്പിക്കുകയും ബാക്കിയുള്ളവ പുരോഹിതന്മാർ പങ്കിട്ടെടുക്കുകയും ചെയ്തിരുന്നു. മൂന്നാമതായിട്ട് ഇവിടെ പറയുന്നത് സമാധാന യാഗത്തെക്കുറിച്ചാണ്. യഹോവയ്ക്കുള്ള ഭക്ഷണമായി അർപ്പിക്കുന്ന മൃഗത്തിൻ്റെ സുപ്രധാന ഭാഗമായ മേധസ് മാത്രം ദഹിപ്പിക്കുന്നു. മറ്റു ഭാഗങ്ങൾ അർപ്പിക്കുന്നയാൾ തൻ്റെ സ്നേഹിതരുമായി ഭക്ഷിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അർപ്പിക്കുന്ന ഈ യാഗം പന്തിഭോജനമായി ഭക്ഷിച്ചിരുന്നതായിട്ട് മനസ്സിലാക്കുന്നു. ദൈവവുമായുള്ള ഒരു മനുഷ്യൻ്റെ ബന്ധത്തെയാണ് യാഗം കൊണ്ട് സൂചിപ്പിക്കുന്നത്. യാഗങ്ങൾ ഒരു നിഴലാണ്, എന്നാൽ ക്രിസ്തു ഒരു യാഥാർത്ഥ്യവുമാണ്. പഴയ നിയമകാലത്ത് യാഗങ്ങൾ ദൈവത്തിങ്കലേക്ക് എത്തുന്ന ഒരു മാർഗമായിരുന്നു. എന്നാൽ ക്രിസ്തു മാർഗവും സത്യവും ജീവനുമായി ഇന്നും നമ്മോടൊപ്പം നിൽക്കുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായതിനാൽ ഇനി മറ്റൊരു യാഗത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഹോമയാഗം അർപ്പിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. അത്തരത്തിൽ സമർപ്പണ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളെ പൂർണ്ണമായി അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. സൗരഭ്യവാസനയായ യാഗം പോലെ അവിടുന്ന് ഞങ്ങളുടെ സമർപ്പണത്തെ സ്വീകരിക്കണമേ. ആമേൻ.